നമുക്ക് ബേസിക്കലി എങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇനീഷ്യലി വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ സിസ്റ്റത്തിന് ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ പൊതുവെ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അതായത് www is an information system enabling information to be shared over the internet. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഡാറ്റ ഉണ്ട്, മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത നിയർ ബൈ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ ഈസിയാണ്, നമുക്ക് യൂസ് പേജോ മറ്റോ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോസിബിൾ അല്ല. സോ അങ്ങനെ ഒരു യൂസ് കേസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വേൾഡ് വൈഡ് വെബിന്റെ ഒരു ആവശ്യം വരുന്നത്. അതായത് ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. സോ www ആണ് ഇത് എനേബിൾ ചെയ്യുന്നത്. ആൻഡ് ഇത് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ മെഷീൻസ് ആണ്. ആൻഡ് സേ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ കുറച്ച് റിസോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. സേ റിസോഴ്സസ് ക്യാൻ ബി ഇമേജസ്, HTML, സോങ്, വീഡിയോ, അല്ലെങ്കിൽ അതുപോലുള്ള എന്ത് ഫയൽ വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ സേ ഇതിനകത്ത് കമ്പ്യൂട്ടർ 3 ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ അതിൽ നിന്നും നമുക്ക് ഡൈനാമിക് ആയിട്ടൊരു ഡാറ്റ, സേ യൂസറുടെ അഡ്രസ്, അതിലുള്ള ഇൻഫർമേഷൻ തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോർമാറ്റിലോ നമുക്ക് എടുത്തിട്ട് കമ്പ്യൂട്ടർ 1ലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് വഴി സെൻഡ് ചെയ്യാം. ഓക്കെ, സോ കമ്പ്യൂട്ടർ 1ന് കമ്പ്യൂട്ടർ 3 സേ ഒരു റിസോഴ്സ് ആയിട്ടുള്ള ഒരു ഫ്ലവർ 1 എന്നുള്ള ഇമേജ് കാണും. അതെങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, ആക്സസ് ചെയ്യാന്നുള്ളത് നോക്കാം. അതേപോലെ ഫ്ലവർ 1 എന്നുള്ള ഇമേജ് കമ്പ്യൂട്ടർ 2 പക്ഷെ ഇതൊരു വേറെ ഇമേജ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഫ്ലവർ 1 എന്നുള്ള ഈ ഇമേജും കമ്പ്യൂട്ടർ 2 ഈ ഇമേജും ഡിഫറെന്റ് ആണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് പ്രോപ്പറായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക, അതായത് ഈ ഇമേജ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് നെറ്റ്വർക്കിലുള്ള സിസ്റ്റത്തിലുള്ള റിസോഴ്സിനെ യൂണിഫോം ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റിസോഴ്സിനെയും നമ്മൾ എന്തെന്ന് വെച്ചാൽ URL വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്, അതായത് യൂണിക് ആയിട്ടുള്ള ഒരു URL, യൂണിക് ആയിട്ടുള്ള ഒരു അഡ്രസ് പോലെ. ഓക്കെ, അതാണ് URL എന്ന് പറയുന്നത്. സോ ഇതൊരു സാമ്പിൾ URL ആണ്. ഓക്കെ, പിക്സ് ആൻഡ് ഫോട്ടോസ് ID 106, അതായത് 106 എന്നുള്ള ഐഡിയിലുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഈ ഇമേജ് ആണ് ഞാൻ എടുക്കാൻ നോക്കുന്നതെങ്കിൽ 82 എന്നുള്ള ഐഡിയുള്ള ഇമേജ് ആണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കിത് കോപ്പി ചെയ്തിട്ട് നോക്കാം. സോ ഇവിടെ ഇതാണ് നമ്മുടെ ഫ്ലവർ 1 എന്നുള്ള ഇമേജ്. ഓക്കെ, ഇനിയിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ID സേ 86 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 86 അല്ല 82. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് വേറെ ഇമേജ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോന്നിനും വേർതിരിച്ചറിയുന്നത്. ഇപ്പം സേ ഫയല്, ഈ ഫയല് ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫയലിനുള്ളിൽ ഒരു യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള URL ഉണ്ടാവും. ആൻഡ് HTML ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള URL ഉണ്ടാവും. ആൻഡ് അങ്ങനെ യൂണിഫോം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പർട്ടിക്കുലർ റിസോഴ്സിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതായത് നമ്മുടെ അഡ്രസ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, ഓരോ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീടിന് ഒരു അഡ്രസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ റിസോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ് ഉണ്ടാവും. ഓക്കെ, സോ എന്താണ് URL എന്നുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ URLന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്കൊരു സ്കീം ഉണ്ടാവും. ഓക്കെ, http:// ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു URL സ്റ്റാർട്ട് ചെയ്യാം. HTTP എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും, ആൻഡ് HTTPS എന്നുള്ള സ്കീം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കൂടാതെ FTP ഉണ്ട്, മെയിൽ ടു എന്ന് പറഞ്ഞിട്ട് സ്കീം ഉണ്ട്. ഈ സ്കീം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് URL ആക്സസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഇത് മാറും. ഓക്കെ, അതായത് HTTPയും HTTPSഉം ഒരു സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്കീമാണ്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വഴിയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് HTTPS എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെക്യൂർ വേ ഓഫ് ആക്സസിങ് റിസോഴ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു റിസോഴ്സ് ആക്സസ് ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്ക് വഴിയാണ് കടന്നു വരുന്നത് അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു സിസ്റ്റം, ഇവിടെയുള്ള സിസ്റ്റത്തിലെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഇതൊരു നെറ്റ്വർക്ക് വഴിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് അങ്ങനെ നമുക്ക് സെക്യൂർ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTPS എന്നുള്ള സ്കീം യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ
ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രൗസറിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HTTPS : ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെക്യൂർഡ് ആണ്. എങ്ങനെയാണ് സെക്യൂർ ആവുന്നത്? ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈറ്റിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ അബൌട്ട് ദിസ് പേജിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആൻഡ് കണക്ഷൻ സെക്യൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെക്യൂർ ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ. ആൻഡ് സർട്ടിഫിക്കറ്റ്സ് വഴിയാണ് ഇത് സെക്യൂർ ആക്കുന്നത്. അതായത് സർട്ടിഫിക്കറ്റ് വെച്ച് സൈൻ ചെയ്ത് ആ ഡേറ്റിലാണ് നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യുക. ആൻഡ് സെർവർ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്തിട്ടാണ് റിക്വസ്റ്റ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, കൂൾ. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണല്ലോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഇതൊരു സ്കീമാണ്. അത് കൂടാതെ ഇനി നമുക്ക് ഫയലാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ FTP എന്നുള്ള സ്കീമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ ടു എന്നുള്ള സ്കീമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സ്കീം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പർപ്പസിനനുസരിച്ച് സ്കീം മാറാം. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിന് ശേഷം നമുക്ക് വരുന്നത് www ഉള്ള ഒരു സബ് ഡൊമൈൻ ആണ്. ഇതൊരു സബ് ഡൊമൈൻ ആണ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കാം. google.com, upcode.in ഇതൊക്കെയാണ് എന്താണ് ഡൊമൈൻ ആണ്. ഓക്കെ, ഡൊമൈനിന്റെ കൂടെ അതായത് ഇപ്പം നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ എന്ത് ചെയ്യുന്നു, അത് ഓരോരോ സെയിം മെയിൻ ഡൊമൈൻ്റെ അണ്ടറിലുള്ള ഡിഫറെന്റ് സബ് ഡൊമൈൻസ് ആണ് ഉണ്ടാവുക. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ def.react ഓക്കെ, ഇതൊരു react.js.org എന്ന് പറയുന്നത് ഒരു ഡൊമൈനാണ്. ഓക്കെ, റിയാക്ട് dev.org എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് react.devലേക്ക് റിവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, react.js.org എന്ന് പറയുന്നത് ഒരു ഡൊമൈനാണ്. ആൻഡ് അതിൻ്റെ ഒരു സബ് ഡൊമൈനാണ് legacy.react.js.org എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലെഗസി എന്നുള്ള പേര് തന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു ഓൾഡ് ഡോക്യുമെന്റേഷൻ ആണ്. സോ ഓൾഡ് ഡോക്യുമെന്റേഷൻ, അതായത് React.js-ന്റെ തന്നെ ഓൾഡ് ഡോക്യുമെന്റേഷൻ ഉള്ള ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഏത് ഈ സബ് ഡൊമൈൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പുതിയത് വേണമെന്നുണ്ടെങ്കിൽ react.table-ലേക്ക് മൂവ് ചെയ്താൽ മതി. ഓക്കെ, പഴയ ഡോക്യുമെന്റേഷൻ ആണെങ്കിൽ legacy.react.js.org എന്നുള്ള ഡൊമൈനിലേക്ക് വരാം. ഓക്കെ, സോ ഇതാണ് ഡൊമൈൻ. ആൻഡ് നമുക്ക് പർപ്പസിനനുസരിച്ച് നമുക്ക് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സബ് ഡൊമൈൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന URL ഉള്ള ബാക്കി വരുന്ന പാർട്ടിനെ നമ്മൾ പാത്ത് എന്നാണ് വിളിക്കുക. സ്ലാഷ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇത് കാണാം. സോ ഇതിനെ പാത്ത് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, പാത്ത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പാത്ത് ടു ഫയൽ ആകാം, അല്ലെങ്കിൽ പാത്ത് ടു റിസോഴ്സ് ആകാം. ഒരു നോർമൽ പാത്താണ്, അത് സ്ലാഷ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് .html-ലേക്കുള്ള പാത്താണ് ഇവിടെ കാണുന്നത്. അതായത് ഡോക്സ്, പിന്നെ ഡോക്സിന്റെ ഉള്ളിൽ നിന്ന് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് .html വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫയൽ കാണാൻ പറ്റും. ഇനി വേറെ ട്യൂട്ടോറിയൽ എന്നുള്ള ഫയലാണ് കാണുന്നതെങ്കിൽ ഇതാണ് അതിന്റെ പാത്ത്. അതായത് ഇത് ഡൊമൈൻ, സബ് ഡൊമൈൻ വരെയുള്ള മുഴുവൻ URL. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് പാത്ത്. tutorial/tutorial.html ഫയൽ ഈ പേജ് നമുക്ക് കിട്ടും. ആൻഡ് blog/ ഇങ്ങനെ ഒരു ഫുൾ പാത്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ പേജ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ പാത്തിനനുസരിച്ച് നമുക്ക്, അതായത് സെയിം വെബ്സൈറ്റിൽ തന്നെ ഡിഫറെന്റ് പാത്തിന് ഡിഫറെന്റ് ഫയൽസോ ഇമേജസ് ഒക്കെ ആകാം. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഓപ്പൺ ഇമേജ് ന്യൂ ടാബ് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്പെക്ട് ഏതൊരു ഇമേജ്, വെബ്സൈറ്റിൽ ഇമേജസ് കുറവാണ്. ഇതാണ് ഒരു ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇത് ഈ വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അതായത് React.js-ല് polyfill എന്തെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ, ഇങ്ങനെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ഫയൽ കാണാൻ പറ്റും. ഇത് ഇവിടെ ഈ വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ഓക്കെ,
ആൻഡ് അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള റിസോഴ്സസ് അത് ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആകാം, അല്ലെങ്കിൽ HTML ഫയൽ ആകാം. HTML ഫയൽ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ റെൻഡർ ചെയ്തിട്ട് വരും. ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ നോർമൽ ഒരു ടെക്സ്റ്റ് ഫയലാണ്, അതിപ്പം ഈ രീതിയിലാണ് നമുക്ക് റെൻഡർ ചെയ്തിട്ട് വരിക. ഓക്കെ, സോ ഓരോ ഫയലും അതിനനുസരിച്ചുള്ള രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് വരും. ഇമേജ് ആണെങ്കിൽ നമുക്ക് റെൻഡർ ചെയ്തിട്ട് വരിക ഒരു ഇമേജ് ആണ്. ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, HTML ആണെങ്കിൽ HTML ബ്രൗസർ എങ്ങനെയാണോ റെൻഡർ ചെയ്യുന്നത് ആ രീതിയിലാണ് വരിക. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പേജ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ കണ്ടന്റ്. ഓക്കെ, ആക്ച്വലി നമ്മൾ സെർവറിൽ ഈ ഫയല് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഫയലാണ്. ഈ ഫയലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെർവറിലുള്ള ഡാറ്റ. പക്ഷെ ഈ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഈ രീതിയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രൗസർ അതിനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിനനുസരിച്ച് റെൻഡർ ചെയ്തിട്ട് കാണിക്കുന്നതുകൊണ്ടാണ്, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് റെൻഡർ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇതിലൊക്കെ ലിങ്കുകളുണ്ട്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വേറൊരു പേജിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഹാഷിന് ശേഷം ട്രൈ റിയാക്ട് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ പേജിലേക്കാണ്, വേറെ പാത്താണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷണൽ ട്രൈ റിയാക്ട് വേണ്ട, ഇത് സ്റ്റാർട്ടർ കോഡിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ പേജിലേക്ക് നിങ്ങൾക്ക് അതിന്റെ കോഡ് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ ലിങ്കുകളാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഡിഫറെന്റ് ലിങ്കുകൾ ഉണ്ടാകാം, ആൻഡ് ഇമേജസ് ഉണ്ടാകാം, ആൻഡ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകാം. ഓക്കെ, സോ ഇതിപ്പോ ഫയൽ ഡൗൺലോഡ് ആയി. ഓക്കെ, അതുപോലുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഈ HTML പേജിൽ തന്നെ ഉണ്ടാകാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് URL എന്നാണ്. സോ URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഇവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ആഡ് റിയാക്റ്റീവ് വെബ്സൈറ്റ് .html ഈ ഫയലാണ് നമ്മളിവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള URL ആണ് ഇത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വേറെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ആൻഡ് ഇതിന്റെ പാത്ത് നോക്കാം. ഇതിന്റെ പാത്തിൽ എന്താ ഉള്ളത്? ഇതാണ് നമ്മുടെ ഡൊമൈൻ, ഇത് സബ് ഡൊമൈൻ, ഗസ്റ്റ് എന്നുള്ളത് സബ് ഡൊമൈൻ. ഓക്കെ, ആൻഡ് അതിനുശേഷം ഇതിന്റെ പാത്ത് കുറച്ച് റീഡബിൾ അല്ല, കുറെ IDs ഉണ്ട്, റോ, പിന്നെ ഒരു ID ആൻഡ് ലൈക്ക് ബട്ടൺ .js ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് രീതിയിലാണെങ്കിലും പാത്ത് വരാം. ഓക്കെ, സോ ഇത് നമ്മൾ എവിടെ കൊണ്ട് ഏത് ബ്രൗസറിൽ കൊണ്ട് റൺ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പേസ്റ്റ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും. സെയിം രീതിയിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെയാണ് URL ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ റിസോഴ്സിനെ യൂണിഫോം ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു സെർവറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റത്തിലുള്ള ഡാറ്റയൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് URL വെച്ചിട്ടാണ്. അത് ബ്രൗസറിൽ എന്ത് ടൈപ്പ് ഓഫ് ഫയലാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന് റെൻഡർ ചെയ്യുന്ന ഫോർമാറ്റും ഡിഫറെന്റ് ആയിരിക്കും. HTML ആണെങ്കിൽ അത് നല്ല വൃത്തിക്ക് ഇതുപോലെ റെൻഡർ ചെയ്തിട്ട് വരും. അതിന് HTML തന്നെ ഡിഫറെന്റ് ലിങ്കുകൾ ഉണ്ടാവും. ഈ ലിങ്കിനൊക്കെ URL ഉണ്ടാവും. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ URL മാറുന്നതായിട്ട് കാണാൻ പറ്റും. ടെക്സ്റ്റ് ഫയൽ റെൻഡർ ചെയ്യുന്ന രീതി വേറെയാണ്, ഇമേജ് റെൻഡർ ചെയ്യുന്ന രീതി വേറെയാണ്, വീഡിയോ റെൻഡർ ചെയ്യുന്ന രീതി വേറെയാണ്. ഓക്കെ, അങ്ങനെ മാറി മാറി വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു HTTP എന്നുള്ളത് സ്കീം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻസ്റ്റൻസിൽ നിന്ന് വേറൊരു ഇൻസ്റ്റൻസിലെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണം അല്ലെ, അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് വേണം. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് റൂളാണ് HTTP എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതങ്ങനെ ഒരു പ്രോട്ടോകോൾ ആണ് HTTP. അതായത് എങ്ങനെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, എങ്ങനെ ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള സെറ്റ് ഓഫ് റൂൾസ്. ഇത് നോക്കുകയാണെങ്കിൽ HTTP is like the delivery system of information over on the internet. ഓക്കെ, ഇന്റർനെറ്റിലെ എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതിന്റെ ഒരു റൂളാണ്. ഓക്കെ, സോ ബേസിക്കലി ഒരു HTTP വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന് വേറൊരു സിസ്റ്റത്തിലുള്ള ഡാറ്റ വേണം. ഓക്കെ, അപ്പം ഡാറ്റ ആവശ്യമുള്ള ഇൻസ്റ്റൻസ് നമ്മുടെ ക്ലയന്റ് നിന്നും ഡാറ്റ കയ്യിലുള്ള സിസ്റ്റത്തിന് നമ്മൾ സെർവറിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ക്ലയന്റ് എനിക്കൊരു ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ട് സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ആൻഡ് സെർവർ ഈ റിക്വസ്റ്റ് വാലിഡ് ആണ് ആൻഡ് ഐ ഹാവ് ദ ഡാറ്റ എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നേരിട്ടും ഇത് റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും, പക്ഷെ ഇത് പ്രോപ്പർ ഡാറ്റ വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നു, ആൻഡ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് റിക്വസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതായത് ക്ലയന്റ് ഒരു റിക്വസ്റ്റ് അയക്കുന്നു ആൻഡ് സെർവർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. ഈ രീതിയിലാണ് HTTP വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ്
അതായത് ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇത് കുറച്ചും കൂടി ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ യൂസേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ബ്രൗസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, അതൊന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൊബൈലിൽ ബ്രൗസർ എടുക്കുന്നു അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ബ്രൗസർ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, google.com ടൈപ്പ് ചെയ്യുന്നു. google.com ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതൊരു വെബ് പേജ് ആണ്. ഓക്കെ, ഒരു HTML പേജാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന URL, അതായത് ഈ URL എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റ് വഴി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് റിസോഴ്സ് ആണോ നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടേണ്ട റിസോഴ്സ് ഏതാ, ഇവിടെ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പേജാണ്. ഓക്കെ, ഈ ഡാറ്റയാണ് നമുക്ക് സെർവറിൽ നിന്ന് വരുന്നത്. പക്ഷെ ബ്രൗസർ ഇങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത്, അപ്പം ഈ URL കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെയാണ്, ഏത് സിസ്റ്റത്തിലാണോ ഉള്ളത് ആ സിസ്റ്റത്തിൽ പോയിട്ട് ആ ഫയല് ഫെച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഫയൽ ഫെച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ഡൈനാമിക് ആയിട്ട് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്ത് ആഡ് ചെയ്തിട്ട് നമുക്കൊരു പേജ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ടാണോ, എന്നിട്ട് ആ കിട്ടുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സെർവർ നമുക്ക് തിരിച്ചു തരുന്നു. ആ തിരിച്ചു തരുന്ന ഫയല് നമുക്ക് ബ്രൗസറിൽ വരുന്നു, ആൻഡ് നമ്മൾ ബ്രൗസർ അതിനെ റെൻഡർ ചെയ്യുന്നു. ഇമേജസിനെ ഇമേജസ് ആയിട്ടും ടെക്സ്റ്റിന് ടെക്സ്റ്റ് ആയിട്ടൊക്കെ റെൻഡർ ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് യൂസർ മൊബൈലോ ഡെസ്ക്ടോപ്പോ വഴി ഒരു ഇന്റർനെറ്റ് വഴി റിക്വസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഇത് ഇന്ററാക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, API ഒരു ഇന്റർഫേസ്, നമ്മുടെ യൂസർക്ക് അല്ലെങ്കിൽ ബ്രൗസറിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ്. സോ ഇവിടെ വരുന്നു, ആൻഡ് API നമ്മൾ വന്നിരിക്കുന്ന റിസോഴ്സിന് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഏതാണ് URL അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് റിസോഴ്സ് ഫെച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് പ്രോസസ് ചെയ്തിട്ട്, ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് ആ ഡാറ്റ എന്ത് ഫോർമാറ്റിലാണോ ക്ലയന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഫോർമാറ്റ് തിരിച്ചു കൊടുക്കുന്നു. അതായത് HTML ഫയലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് HTML ആയിട്ട് കൊടുക്കുന്നു, ആൻഡ് അല്ല ടെക്സ്റ്റ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കും, ഇമേജ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇമേജ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ്, അതാണ് API എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.